ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് കുറച്ച് ഐക്കിയ പ്രോഡക്ട്സ് ആണ് കേട്ടോ. ഇത് പല സമയങ്ങളിലായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ഇപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് പ്രോഡക്ട്സിന്റെ റിവ്യൂവും ഒക്കെയാണ്. ഞാനത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുമാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പല പ്രോഡക്ട്സ് പല സമയത്തായിട്ട് വാങ്ങിയിട്ടുണ്ട്, പക്ഷെ എല്ലാ പ്രോഡക്ട്സും ഒന്നും നമ്മൾ ആ ഒരു വാങ്ങുന്ന സമയത്ത് വിചാരിക്കുന്ന അത്രയും ഒന്നും യൂസ്ഫുൾ ഒന്നും ആയിട്ടുണ്ടാവത്തില്ല. അപ്പൊ ഞാൻ അതിൽ നിന്ന് കുറച്ച് മാത്രം ചൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കും. ഐക്കിയയുടെ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കണ്ടമാനം സാധനങ്ങൾ ഉണ്ടാവും. നമ്മൾക്ക് തന്നെ എല്ലാം വേണം എന്നൊക്കെ തോന്നിയിട്ട് പലതും എടുത്ത് നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല എന്നൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഐക്കിയന്ന് സാധനം വാങ്ങാൻ പോകുമ്പോഴത്തേക്കിനും കുറച്ചൊന്ന് നോക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ സാധനങ്ങളിൽ എൻഡപ്പ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിൽ ആദ്യം പറയാനുള്ളത് ഈ ഒരു സ്റ്റൂളാണ് കേട്ടോ. ഈ വീട്ടിലെ ഏറ്റവും ഉപകാരമുള്ളൊരു സാധനമാണ്. ഇവിടെ പല കബോർഡ്സും അത്യാവശ്യം മുകളിലാണ്, എനിക്ക് പ്രോപ്പറായിട്ട് എത്തത്തില്ല. അപ്പം ഇതിട്ടിട്ടാണ് ഞാൻ എല്ലാത്തിൻ്റെയും മുകളിലുള്ള കബോർഡൊക്കെ ഒന്ന് ആക്സസ് ചെയ്യുന്നത്. അത്യാവശ്യം കട്ടിയുണ്ട്, നമ്മൾ സാധാരണ കാണുന്ന പ്ലാസ്റ്റിക് സ്റ്റൂള് പോലെയുള്ളതല്ല. പിന്നെയുള്ളത് ഈ ഒരു സ്പൂൺ ഹോൾഡറാണ്. ഇത് ഇതേപോലെ 2 സൈസിൽ അവൈലബിൾ ആണ്. അതേപോലെ പല സമയങ്ങളിലും പല മോഡലായിട്ടുള്ളതായിരിക്കും കിട്ടുന്നത്. അപ്പം ഞാൻ വാങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന 2 മോഡൽ ഇത് രണ്ടുമാണ്. ഇതിൽ എൻ്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇത് വാല്യൂ ഫോർ മണിയാണ്. അതേപോലെ തന്നെ ഡ്യൂറബിൾ ആണ്, അത്യാവശ്യം കുറേ നാളത്തേക്കിനൊക്കെ നിൽക്കും. പിന്നെ ഒരുപാട് വെള്ളം വീഴുന്ന സ്ഥലമാണെങ്കിൽ ചെറുതായിട്ട് തുരുമ്പ് പിടിക്കും കേട്ടോ. വെള്ളം എണ്ണ ഒക്കെ തെറിക്കുന്ന ഭാഗത്തുനിന്ന് ഒന്ന് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. തുരുമ്പ് പോലെ വരുന്നത് പിന്നെ നമ്മൾ നല്ലതുപോലെ സ്ക്രബ് ചെയ്തൊക്കെ കഴിഞ്ഞാൽ അതൊന്ന് പൊയ്ക്കോളും. എനിക്കിഷ്ടപ്പെട്ട വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോണ്ട്രി ബാഗാണ്. എനിക്ക് കുട്ടികൾക്ക് 2 പേർക്കും 2 ലോണ്ട്രി ബാഗായിട്ട് തന്നെ മാറ്റണം എന്ന് മുൻപേ ആഗ്രഹമുണ്ടായിരുന്നു. നമ്മൾ മുൻപ് താമസിച്ച സ്ഥലത്ത് അത്രയും ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ലാത്തത് കാരണം ഒരുമിച്ചായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് നമ്മളിപ്പം ഒരു സമയത്ത് വാങ്ങാൻ പോകുമ്പം ഒരുപാട് എക്സ്പെൻസീവ് ആണെങ്കിൽ നമുക്ക് 1, 2, 3 എണ്ണമൊക്കെ ഒരുമിച്ച് എടുക്കാൻ പാടാണല്ലോ. അപ്പം ഇതിപ്പം അധികം ഒട്ടും തന്നെ എക്സ്പെൻസീവ് അല്ലാത്തൊരു പ്രോഡക്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 9 dirhams ആയിരുന്നു ഇതിൻ്റെ ഒരു പ്രൈസ് ഉണ്ടായിരുന്നത്. പിന്നെ ഇത് ഉപയോഗിക്കേണ്ടാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു വാർഡ്രോബിലെ സ്പേസ് വേറെ എന്തിനെങ്കിലും വേണം എന്നൊക്കെ ഉള്ളപ്പം നമുക്കിതിനെ ഫോൾഡ് ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നീടുള്ള എനിക്ക് അത്യാവശ്യമായിട്ട് തന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ക്ലിപ്പ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പല ടൈപ്പിലുള്ള പാക്കറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇട്ട് വെക്കാനായിട്ട് ടിന്നൊന്നും ഉണ്ടാവണം എന്നില്ല. അപ്പം ആ പാക്കറ്റ് അതേപോലെ മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ മടക്കിയൊക്കെ വെക്കുന്നെങ്കിൽ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ഓർക്കാതെയൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അതിനുള്ളിലുള്ള സാധനങ്ങൾ പോവും, അല്ലെങ്കിൽ ഉള്ളിലുള്ള സാധനത്തിനകത്ത് കാറ്റ് കയറിയിട്ട് അതിങ്ങനെ തണുത്തു പോവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അതേപോലെ പല പാക്കറ്റ്സിലും ഞാൻ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാലും അത്ര എയർ ടൈറ്റ് ആയിട്ടൊന്നും തോന്നാറില്ല. പിന്നെയുള്ള എനിക്കിഷ്ടപ്പെട്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രേ ആണ്. ഇത് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യമൊന്നുമല്ല, പക്ഷേ എങ്കിൽ കാണാനൊരു ഭംഗിയുണ്ട്. വൈറ്റ് കളറാണ്, അതേപോലെ തന്നെ സൈഡിൽ നല്ല ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാനിത് വെച്ചിട്ടുള്ളത് കുറച്ച് സാധനങ്ങൾ ഒരുമിച്ച് ഒരു ട്രേക്കുള്ളിൽ വെക്കുന്നത് പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രേ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതും ഒരു മെറ്റലായത് കാരണം അധികം വെള്ളം എപ്പോഴും വീഴാത്ത രീതിയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. വെള്ളം വീണ് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ മുകളിലെ ആ ഒരു പെയിൻറ്റ് പയ്യെ പയ്യെ പോവാനും അവിടെ തുരുമ്പ് പോലെ അപ്പിയർ ആവാനും ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി അഥവാ നിങ്ങൾ വെള്ളം ഒക്കെ വെക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് റാപ്പ് പോലെ ഇട്ടിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അതും വൈറ്റ് കളറിലാണെങ്കിൽ പെട്ടെന്ന് എടുത്തറിയത്തുമില്ല.
പിന്നീടുള്ളത് ഈ ഒരു വുഡൻ സ്റ്റാൻഡാണ്. ഇതിൻ്റെ മെയിൻ പേർപ്പസ് ആയിട്ട് പറയുന്നത് ഇത് നമുക്ക് ഇപ്പം ചൂടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു കൗണ്ടർ ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇത് വുഡൻ ആണ്, അതുകൊണ്ട് തന്നെ ചൂടങ്ങനെ അടിയിലുള്ള സർഫസിലേക്ക് പോകത്തില്ല. അതേപോലെ നമുക്ക് ടേബിളിൽ കൊണ്ടുപോയി വെക്കാനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട്. അതല്ലാതെ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കൗണ്ടർ ടോപ്പ് ഓർഗനൈസേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഈ ഒരു സ്പേസിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഒരുമിച്ച് വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒരു കൗണ്ടർ ടോപ്പ് ഓർഗനൈസർ പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെക്കാം. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ കുട്ടികളുള്ള വീടുകളിലൊക്കെ ഉള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കും ഇതേപോലെയുള്ള കുഷൻസ് കിട്ടും കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയറിലെ കുഷൻസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരുപാട് സാധനങ്ങൾ വീണ് അവർ കഴിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും വീഴുകയും പിന്നെ എനിക്കൊന്ന് കൈയൊക്കെ വെച്ച് തുടയ്ക്കുകയൊക്കെ ചെയ്ത് ആ കുഷൻ ഇങ്ങനെ അഴുക്കായി വരുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കുഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇത് ഞാൻ എല്ലാ ചെയറിലും ഒന്നും ഇട്ടിട്ടില്ല, ഇപ്പോൾ ഒരു 2-3 എണ്ണമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം കുട്ടികൾ ഇരിക്കുന്നത് ഈ ഒരു ചെയറിലേക്ക് ആക്കുവാണെങ്കിൽ അതിനകത്ത് നമ്മളും അത്ര ബോധേഡായിരിക്കത്തില്ല. എന്ത് സാധനം വീണാലും ഈ ഒരു കുഷൻ്റെ മുകളിലേക്ക് വീഴത്തുള്ളൂ. ഈ കുഷൻ നമുക്ക് ഇതേപോലെ ഊരി വാഷ് ചെയ്യാനും പറ്റും. പിന്നെ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ലൈറ്റ് കളറാണ്. പല കളറുള്ള കുഷൻസ് അവൈലബിൾ ആണ്. ലൈറ്റ് കളർ എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വീണ് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് പറ്റും. ഐറ്റം ഐക്കയിൽ മാത്രമായിരിക്കത്തില്ല, ചിലപ്പോൾ ഹാർഡ്വെയർ ഷോപ്സിലും ഒക്കെ കിട്ടുമായിരിക്കും കേട്ടോ. ഇത് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ചെയറിൻ്റെ അടിയിൽ ഇത് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വുഡൻ ചെയർസൊക്കെ ആകുമ്പം ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കിനും നല്ലതുപോലെ സൗണ്ട് കേൾക്കും. അപ്പം ആ ഒരു സൗണ്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുഷൻസ്, ഈ ഒരു ബട്ടൺസ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയറൊക്കെ വലിക്കുമ്പോൾ ഉള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ, പടപടയെന്നുള്ള സൗണ്ട്, അപ്പം അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ തേഞ്ഞ് പോവും. അപ്പം നമ്മൾ അടുത്തൊന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം എന്നേ ഉള്ളൂ. ഇതിലുള്ള എൻ്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇത് അധികം കട്ടിയില്ല. നമ്മളിങ്ങനെ ചെയറിൻ്റെ അടിയിൽ ഇതേപോലെ ബട്ടൺ വെച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും പുറത്തുനിന്ന് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ എളുപ്പമാണ്. വെറുതെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി, നമ്മൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇതിനകത്ത്. പിന്നെ വാല്യൂ ഫോർ മണിയാണ്. ഒരു ഗ്രേറ്റ് ഫൈൻഡിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഐറ്റമാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ മെയിൻലി നമ്മളുടെ കയ്യിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാത്തിനും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മൂടിയൊന്നും ഉണ്ടാവത്തില്ല, ആ ഒരു ലിഡൊന്നും ഉണ്ടാവത്തില്ല അല്ലേ. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കിപ്പം എന്തെങ്കിലുമൊക്കെ കവർ ചെയ്ത് വെക്കുകയും വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം ഇത് എയർ ടൈറ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് പാത്രങ്ങൾ കവർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ മെറ്റീരിയലും വളരെ തിന്നാണ്, നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാം. പിന്നെ ചെറിയ പാത്രങ്ങളൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വലിയ സ്റ്റീലിൻ്റെ മൂടിയൊന്നും വെച്ചിട്ട് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പാത്രത്തിൻ്റെ മുകളിൽ ചെറിയ മൂടി വെച്ചിട്ട് അടച്ച് വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് പല സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടൈപ്പേ വാങ്ങിയിട്ടുള്ളൂ. ഒരെണ്ണം ഒരു റൗണ്ടിലുള്ളതും പിന്നെ ഉള്ളത് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ളതും. കാരണം എൻ്റെ കയ്യിലുള്ള പാത്രമൊക്കെ ഒന്നെങ്കിൽ ഈ 2 ഷേപ്പിലുള്ളതായിരിക്കും. ഇനി ഇതല്ലാതെയും ഇതേപോലെയുള്ള വേറെ ടൈപ്പ് അവിടെ അവൈലബിൾ ആണ്. അതായത് ചില മൂടികളൊക്കെ അതിൻ്റെ ഒരു വായ ഭാഗമൊക്കെ പല ഷേപ്പിലുള്ളതാണെങ്കിൽ ഇതിങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെക്കാൻ പറ്റുന്ന അതിനനുസരിച്ച് ഷേപ്പ് മാറുന്ന തരത്തിലുള്ള ഇതേപോലത്തെ മൂടികളും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ലാത്തത് കാരണം ഞാനതൊന്നും വാങ്ങിയിട്ടില്ല. ഞാനിപ്പോൾ പല പ്രോഡക്ട്സിൻ്റെ റിവ്യൂ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ശരിക്കും വേണമെന്ന് തോന്നുന്ന ഐറ്റംസ് മാത്രം പർച്ചേസ് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളൂ കേട്ടോ. നമ്മളിപ്പം എന്തെങ്കിലും ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ഹോൾ വീഡിയോ കണ്ടു എന്ന് വെച്ചിട്ട് എല്ലാം പോയിട്ട് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഈ പല സാധനങ്ങളും ഞാൻ ഒരുമിച്ച് വാങ്ങിക്കുന്ന ഒന്നുമല്ല, പല സമയങ്ങളിലായിട്ട് പല വർഷങ്ങളായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. എനിക്ക് റിവ്യൂ വീഡിയോ അല്ലെങ്കിൽ ഹോൾ വീഡിയോ ചെയ്യാനായിട്ട് പൊതുവേ ഒരു മടിയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഞാൻ പർച്ചേസിന് വേണ്ടിയിട്ട് തള്ളിവിടുവാണ് എന്നൊരു തോന്നൽ എനിക്ക് തന്നെ വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, നമ്മളുടെ പർച്ചേസ് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം സാധനങ്ങൾ വാങ്ങിയാൽ മതി. കാരണം ഇനിയും ചിലപ്പോൾ വരുന്ന വീഡിയോസിൽ ഞാൻ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെങ്കിലുമൊക്കെ പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ആയിരിക്കും. അപ്പം ആ ഒരു സമയത്ത്
എനിക്കത് ഇൻക്ലൂഡ് ചെയ്യാതെ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാതെ മാറ്റി വെച്ചേക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാരെ ഒരു ഷോപ്പഹോളിക്കാക്കി മാറ്റണ്ട, അല്ലെങ്കിൽ ഞാൻ വഴി ഇപ്പം ഞാനത് ചെയ്തില്ല എന്ന് വെച്ചിട്ട് വാങ്ങണം എന്നുള്ളവർ വാങ്ങാണ്ടിരിക്കും എന്നുള്ളതല്ല. പക്ഷേ എങ്കിലും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കൺസ്യൂമറിസം ആളുകളിലേക്ക് ഞാൻ വഴി കടത്തിവിടരുത് എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണ്. പക്ഷേങ്കിലും ഞാൻ മുൻപൊക്കെ പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ചെയ്തപ്പോഴത്തേക്കിനും പല ആളുകളും അത് വേണം അല്ലെങ്കിൽ വാങ്ങണം എന്ന് ആവശ്യമുള്ളവർ വന്നിട്ട് പല ചെറിയ ചെറിയ ക്വയറീസൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ പിന്നീടുള്ള വീഡിയോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെയുള്ള ഞാൻ വളരെ റീസെൻ്റായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഔട്ട്ഡോർ ഫേർണിച്ചറാണ്. ഇത് നമ്മൾക്കൊരു ചെറിയൊരു ബാൽക്കണി ഉണ്ട്, അപ്പം അവിടെ ഇടാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വാങ്ങിയത്. പിന്നെ ഇപ്പോൾ വിൻ്റർ വരുന്നു, അപ്പം നമുക്ക് പുറത്തേക്ക് മുൻപത്തെ അത്രയും ഒരു ചൂടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇത് ഞാൻ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായമായിട്ട് ഒരു ഭയങ്കരമായ റിവ്യൂ പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഞാനിപ്പോൾ കുറച്ച് നാളെ ആയുള്ളൂ വാങ്ങിയിട്ടും അത് പുറത്തേക്ക് കൊണ്ട് ഇട്ടിട്ടും. പക്ഷേങ്കിൽ ഇത് ഒരുപാട് ആളുകൾ എനിക്കറിയാവുന്നവർ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ കിട്ടിയേക്കുന്ന റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഫോർ മണിയാണ്. അതേപോലെ തന്നെ അതിന് ഇപ്പം മഴയത്തും വെയിലത്തും ഒക്കെ അവർ പുറത്തിടാറുണ്ട്. അതിനങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കേടുപാടുകളൊന്നും വന്നിട്ടില്ല ഇതുവരെയായിട്ടും എന്നൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിവ്യൂ. അത് വെച്ചിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 2 ടൈപ്പ് അവൈലബിൾ ആണ്. അതായത് ഫുൾ ഇതിൻ്റെ ഒരു ടോപ്പ് പോർഷനും അതേപോലെ ലെഗും ഒക്കെ കംപ്ലീറ്റ്ലി വുഡനിലുള്ളതും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മെറ്റലിലുള്ളതും അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിയിട്ടുള്ളത് മെറ്റലാണ് ഇതിൻ്റെ ലെഗ് പാർട്ടൊക്കെ വരുന്നത്. ഇതിൽ തന്നെ ആ ലെഗ് പാർട്ടൊക്കെ തന്നെ വുഡനിൽ വരുന്ന, അതായത് ഫുൾ വുഡ് മാത്രമുള്ള ഐറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡബിളാണ് അതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഔട്ട്ഡോർ ഫേർണിച്ചർ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇപ്പോൾ എന്ന് തോന്നി. കാരണം നമ്മളിത് എത്രത്തോളം ഉപയോഗിക്കും എന്നറിയത്തില്ലല്ലോ. ഇപ്പം നമ്മൾ ഒരുപാട് ഔട്ട്സൈഡായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു പക്ഷേ കുഴപ്പമുണ്ടാവില്ല. അപ്പം നമ്മൾ ഇതുവരെയും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് കുറച്ച് നാളൊന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു മെറ്റൽ ലെഗ് വരുന്നതാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. കാണാനും വലിയ കുഴപ്പമില്ലാത്ത ഒന്നാണ്, തെറ്റില്ല. അതേപോലെ ഞാനിപ്പോൾ 2 ചെയറാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് സെറ്റായിട്ടല്ല വരുന്നത്, നമ്മൾക്ക് ചെയേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാം. അപ്പം നമുക്ക് 4 ചെയറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയർ അഡീഷണലി വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് IKEA പ്രോഡക്റ്റ്സിൽ എനിക്ക് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇത് മറ്റൊരാൾ വാങ്ങിയാൽ അവർക്കിത് വേസ്റ്റായി പോവില്ല എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എല്ലാം തന്നെ വാല്യൂ ഫോർ മണിയാണ്. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റംസും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ സാധനം വേണം എന്ന് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് വിചാരിക്കുന്ന ഏതെങ്കിലും ഐറ്റം ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളൊരു റിവ്യൂ ആണ് ഇതിലൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.